പണി ചെയ്യാനൊരു മൂടുമില്ല. നല്ല മീൻ വറുത്തതിൻ്റെ മണം വരുന്നുണ്ടല്ലോ. എവിടെന്നത്? ആ, രമ്യയുടെ വീട്ടിൽ നിന്നാ. രമ്യേ, രമ്യേ. ആ, എന്ത് ചേച്ചി? ഞാൻ അടുക്കളയിലായിരുന്നു. ആ, ഞാൻ വെറുതെ വിളിച്ചതാ. പണിയൊക്കെ ആയോ? എന്താ കറി വെച്ചേ? പണിയൊക്കെ കഴിയുന്നുള്ളൂ ചേച്ചി. രാവിലെ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് മീൻ മേടിച്ചായിരുന്നു. അപ്പോൾ മീൻ ഇത്തിരി കറി വെച്ചു, മീൻ വറുത്തുകയും ചെയ്തു, പിന്നെ മോരുകറി ഉണ്ടാക്കി. ആ, മീൻ മേടിച്ചു അല്ലേ? ആ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്കൊരു തീരെ വയ്യായിക പോലെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ല. ഒന്നും വെച്ചില്ല. രാവിലെ ഇന്നലെ ഇരുന്ന പഴങ്കഞ്ഞി എടുത്ത് കുടിക്കുക ചെയ്തേ. പിള്ളേരും ഏട്ടനല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അച്ചാറോ വല്ല പപ്പടോ കാച്ചണം. ശരി എന്നാ, നീ പണിയെടുത്തോ. ആ, ശരി എന്നാ. ഓ, ഇവള് തിരിച്ചു വിളിക്കണമല്ലോ. വിളിക്ക് വിളിക്ക് ചേച്ചി. വിളിച്ച് വിളിച്ച് വിളിച്ച്. എന്താ രമ്യേ? ചേച്ചി അവിടെ നിൽക്കുക, ഞാൻ ഇച്ചിരി മീൻകറി എടുത്തോണ്ട് വരാം. ഒന്നും കറി വെച്ചില്ലല്ലോ. അയ്യോ രമ്യ, വേണ്ടായിരുന്നു. പിന്നെ നീ നിർബന്ധിച്ച സ്ഥിതിക്ക് എന്നാൽ പിന്നെ 2 മീൻ വറുത്തം കൂടെ എടുത്തോ, പിള്ളേർക്ക് കൊടുക്കാമല്ലോ. പിന്നെ ഇച്ചിരി മോരുകറി കൂടി എടുത്തോട്ടോ. ആ, ബെസ്റ്റ് ഓസി ആയിരുന്നല്ലേ. ശരി എന്നാ. റോട്ടിലൊന്നും ഒറ്റ മനുഷ്യനെയും കാണാനില്ല. കുറ്റം പറയാനാണ് ഒരൊറ്റ ആളെയും കാണാനില്ല. ഡെയ്സി അല്ലേ വരണത്? ആ, ഡെയ്സി അവിടെ നിന്നേ. ഡെയ്സി. ആ ചേച്ചി, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. മോന് ജോലി വല്ലതും ആയോ? ജോലിയൊന്നും ആയില്ല കൊച്ചിന്. ആയില്ലല്ലേ? ആ, എൻ്റെ മോന് ജോലിയായി കേട്ടോ. ഞാനത് പറയാൻ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു, സമയം കിട്ടിയില്ലെന്നേ. പിന്നെ ഡെയ്സിൻ്റെ മോനെ പോലെ അല്ലല്ലോ എൻ്റെ മോൻ. ബിടെക് ഫുൾ പാസ് അല്ലേ. ഡെയ്സിൻ്റെ മോനെ 5-6 സപ്ലൈ ഉണ്ടല്ലേ. ഒന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ലല്ലോ ഇതുവരെ. ആ, നമ്മളില്ലാത്ത കാശ് മുടക്കി പിള്ളേരെ പഠിപ്പിക്കാൻ വിട്ടു. ആ സമയത്ത് പിള്ളേർ പഠിച്ചതുമില്ല. അത് പിന്നെ ഈ പിള്ളേരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. നമ്മൾ അച്ഛനമ്മമാരുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ ഡെയ്സിലെ മോനെ മറ്റേ വളവിലുള്ള റബ്ബർ കാട്ടിൻ്റെ അവിടെ വെച്ച് എത്ര പ്രാവശ്യം കഞ്ചാവ് അടിച്ചും കള്ളു കുടിച്ച് നിൽക്കണം കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ആരോടും പറയാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ മോനെ നല്ല അച്ചടക്കത്തിലാണ് വളർത്തി. അതിൻ്റെ കൂടെ അവന് കാണാനുണ്ട്. ഒരൊറ്റ ദുശീലില്ല അവന്. ഇപ്പോൾ ഇതാ ജോലിയായി. ഇനി ഒരു കല്യാണം കൂടി ആലോചിച്ചാൽ പെണ്ണുമ്പിള്ള പൊങ്ങച്ചം തുടങ്ങി. ശരി ചേച്ചി, എന്നാൽ വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി പണി കിടപ്പുണ്ട്. ആ, ശരി എന്നാ കേട്ടോ. ആ, ശരി ശരി. പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എവിടെന്നാ ഈ സൗണ്ട്? ലതികയുടെ വീട്ടിൽ നിന്നാണല്ലോ. വഴക്കാണെന്ന് തോന്നുന്നു. അടി തുടങ്ങി. എനിക്കങ്ങോട്ട് കേൾക്കണമില്ല. അവൈധമാണോ? കഴിഞ്ഞു. പണ്ടാരക്കാലം മുടിഞ്ഞോളുടെ കാലമാടാ. എന്താ ചേച്ചി? അയ്യോ പൊടി പൊടി. അയ്യോ, അല്ല ഒന്നുമില്ല ലതിക, ഭയങ്കര പൊടി. അപ്പോൾ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ല ലതിക, എന്ത് പറ്റി? രാജൻ എന്നും കള്ളു കുടിച്ച് വന്നു അല്ലേ? വഴക്കുണ്ടായില്ലേ? ഇവിടെ ആരും കള്ളു കുടിച്ച് വന്നിട്ടൊന്നുമില്ല. ഞാനും ചേട്ടനും കൂടി കൊച്ചു വർത്തനം പറഞ്ഞിരിക്കുമായിരുന്നു. പൊറോട്ട തളയ്ക്ക് എല്ലാം അറിയണം. പിന്നെ ചട്ടിയും കാലം എടുത്തെറിഞ്ഞിട്ടാണല്ലോ കെട്ടിയവനും കെട്ടിയവനും കൂടെ വർത്താനം പറയണേ. ഇത്രയ്ക്ക് അഹങ്കാരം. എന്തായാലും ഈ കാര്യം നാട്ടിൽ പാട്ടാക്കണം. സുലോചനേ, നസീം ഇന്ന് കുടുംബശ്രീ വന്നില്ല. ഒന്ന് വിളിച്ചു നോക്കാം എന്തായാലും. ആ നസീമേ, ഇന്ന് എന്നാ കുടുംബശ്രീ വരാഞ്ഞേ? ഇന്ന് ചിട്ടിയുടെ ദിവസമായിരുന്നില്ലേ? എന്നാ പറ്റി? ആ, അത് പിന്നെ ഇന്ന് വരാൻ പറ്റിയില്ലെന്നേ. കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയേക്കുമായിരുന്നു. ആ, മോക്ക് വിശേഷമൊന്നും ആയില്ലല്ലേ? 2-2.5 കൊല്ലമായില്ലേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്? ശരിയാ, 2-2.5 കൊല്ലമായില്ലേ. ആകെ വിഷമത്തിലെല്ലാവരും. പറഞ്ഞിട്ട് കാര്യമില്ലടി, അതിന് വേണം ഒരു ഭാഗ്യമൊക്കെ. അതിനൊക്കെ എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് 7-ാം മാസം അവൾ പ്രസവിച്ചില്ലേ. നല്ല നാന്തൊരു ആൺകുട്ടി, നിനക്കറിയാലോ. തുടങ്ങി പുരട്ട തള്ളം.
ആ ചേച്ചിയുടെ മോള് കല്യാണം കഴിഞ്ഞ് 7-ാം മാസം പ്രസവിച്ച കാര്യമൊക്കെ നാട്ടുകാർക്ക് അറിയാലോ. ചെക്കൻ്റെ കൂടെ കറങ്ങാൻ പോയതല്ലേ മറ്റേ നെല്ലിയാമ്പതിക്ക്. അല്ല ചേച്ചിയുടെ മോള് കല്യാണത്തിന് 3 മാസം പ്രഗ്നന്റ് ആയിരുന്നല്ലോ. അങ്ങനെ പോകുമ്പോ കല്യാണം കഴിഞ്ഞ് 7-ാം മാസം പ്രസവിക്കും. അല്ല ലസീമ, വീട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. നീ എന്നെ കുടുംബശ്രീ വരാതെ അറിയാൻ വേണ്ടി വിളിച്ചതാ കേട്ടോ. ശരി എന്നാ കേട്ടോ. ആ ശരി ശരി. അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ആരാ? സുമേഷിന്റെ വീട് ഈ ഭാഗത്തെങ്ങാനും ആണോ? ആ ഇത് മറ്റേ രാധികയുടെ മോൻ സുമേഷിന് പെണ്ണാലോചിച്ച വീട്ടിലെ ആരോ ആണെന്ന് തോന്നുന്നു. ആ ഇരിക്കിരിക്കിരിക്കി. ഞാൻ കുറച്ച് ദൂരെ നിന്നാ കേട്ടോ. ഈ സുമേഷ് സുമേഷേ നിങ്ങളുടെ മകളുടെ ഭാഗ്യാണ് അവൻ. നല്ല ചെറുപ്പക്കാരനവൻ. ഞങ്ങളൊരു 10-20 കൊല്ലമായിട്ടോട് ഒരുമിച്ച് താമസിക്കുന്നവരാണേ. നല്ല സ്നേഹത്തോടെ താമസിക്കുന്ന അയൽവക്കക്കാരാണ് ഞങ്ങൾ. പിന്നെ സുമേഷിന് അല്ലറ ചില്ലറ അല്ലാത്തൊക്കെ ഞാനിപ്പോ ഇതിനെ പറയണല്ലേ. ചോദിക്കേ ചോദിക്കേ. അല്ല പറയൂ, എന്നാണെങ്കിലും ഇത് അറിയണ്ടല്ലേ? അല്ല ഇതിപ്പോ ഞാനിപ്പോ അതിനോട് പറയാണ്ടിരുന്നത് എന്ത് കാര്യല്ലേ. പിന്നെ കള്ളുകൂടിയും പുകവലിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ മയക്കുമരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും വിശ്വസിക്കരുതല്ലോ കേട്ടോ. നാട്ടുകാർക്ക് എന്ത് വേണേ പറയാലോ. ഏറ്റവും ഈ കുടുംബമൊക്കെ ആ കുടുംബം കുടുംബം വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ സുമേഷിന്റെ അച്ഛൻ ഒരു ചെറിയ കള്ളുകൂടിയാണ്. നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ. ഈ കുടുംബത്തിലോട്ട് കെട്ടിക്കണേന്ന് എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വീട്ടിൽ പോയി ആലോചിക്കേ. എല്ലാവരോട്ടും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. ഒരു പെണ്ണിനെ കെട്ടിക്കുന്ന കാര്യമല്ലേ, ഒരു ജീവിതം വെച്ചുള്ള കളിയാ. ഈ ഒരു കുടുംബത്തിലേക്ക് ആലോചിക്കേ. വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. എന്നാ ശരി, എന്നാ വലിയ ഉപകാരം. ഒരു കല്യാണം മുടക്കിയപ്പോ എന്തൊരു സമാധാനം.